ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ചില കാര്യങ്ങളോട് അല്ലെങ്കിൽ ചില ആളുകളോട് അല്ലെങ്കിൽ ചില ഇതിനോട് പെറ്റ്സ് ആനിമലൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരിക. പിന്നെ ഇപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റ് സാറിനോട് പറയാം. ഒരു മോള് ആ കുട്ടി എനിക്ക് തോന്നുന്നു പശുക്കുട്ടിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡാണ്. അപ്പോൾ അങ്ങനെ പെട്ടെന്നൊരു അസുഖം വന്ന് അവൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോകേണ്ടി വരിക. ആ സമയത്ത് ഈ കുട്ടിയുടെ മനസ്സ് മുഴുവൻ ഇവിടെ പശുക്കുട്ടിയുടെ അടുത്താണ്. കാരണം അത്രയ്ക്കും അവർ തമ്മിൽ അത്രയ്ക്കും അറ്റാച്ച്ഡാണ്. അപ്പോൾ ഇതിനെ വിട്ടു പോകാൻ പറ്റാതിരിക്കുക. പിന്നെ അവിടെ പോയിട്ടും ഇവരുടെ മനസ്സ് മുഴുവൻ അത്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ തിരിച്ചു വരുമ്പോഴേക്കും ഇതിനെ നോക്കാൻ ആരും ഇല്ലാത്തത് കാരണം വീട്ടുകാർ ആ പശുക്കുട്ടീനെ വിറ്റു. അപ്പോൾ അത് അവളെ ഭയങ്കരമായിട്ട് ഈ അസുഖത്തിൻ്റെ ഇതിനെ തിരിച്ചു വന്നിട്ട് അത് കുഴപ്പമൊന്നുമില്ലെങ്കിലും ഏറ്റവും കൂടുതൽ അവരുടെ മനസ്സിനെ തളർത്തി കളഞ്ഞത് ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഇതാണ്, ഈ ഒരു അറ്റാച്ച്മെൻറ്റ് കാരണം. പിന്നെ കുട്ടി തനിയെ അവിടെ പശു ആലയിലൊക്കെ പോയിരുന്ന് അതിൻ്റെ രോമമൊക്കെ എടുത്ത് ഇരുന്ന് നോക്കുക, കരയുക, അതിനെക്കുറിച്ച് അങ്ങനെ ഓർമ്മകളായിട്ടിരിക്കുക. അപ്പോൾ അതിപ്പോൾ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അവളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ടെങ്കിലും അത് വല്ലാത്തൊരു അവസ്ഥയാണത്. ഇതിന് യൂഷ്വലി പറയുന്നൊരു പേരാണ് സാഡ് സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡർ. അത് കുറേ കോമൺ ആയിട്ട് കാണുന്നതാണ്. ഏതൊരു കാര്യത്തിനോടാണെങ്കിലും നമുക്കൊരു ഡിപ്പെൻഡൻസി വരിക, അല്ലെങ്കിൽ അതിന് സെപ്പറേഷൻ ആവുമ്പോൾ ഉണ്ടാവുന്നൊരവസ്ഥ. അതിപ്പോൾ എല്ലാ കാര്യത്തിലും ആവാം. ഇപ്പോൾ ഈ കുറച്ച് മൃഗങ്ങളിലൂടെ ആകുമ്പോൾ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയും മനുഷ്യരിങ്ങാടിനും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ചിലപ്പോൾ നമുക്ക് അതിനോട് ഉണ്ടാവുന്നില്ല. ആ ആളുകളുടെ ആ വ്യക്തിത്വത്തിൻ്റെ മൈൻഡ് അത്രയും അറ്റാച്ച്ഡ് ആയിരിക്കും. ഇപ്പോൾ സാധാരണ കാണുന്നത്, കോമൺ ആയിട്ട് കാണുന്നതാണ്, ഇപ്പോൾ പശുക്കുട്ടീനെ പോലെ അല്ല നായ വീട്ടിൽ പലപ്പോഴും പെറ്റായിട്ട് വളർത്തുന്ന നായ, പൂച്ചയൊക്കെ വളർത്തുന്നുണ്ട്. അതുപോലെ പെറ്റ്സ് ആയിട്ട് മറ്റുള്ള പക്ഷികൾ ഇതിലൊക്കെ നടത്തുമ്പോൾ അതിനെ വിടുമ്പോഴും അതിനെ വിട്ടു പോകുമ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ ധാരാളം ആളുകൾക്കുണ്ട്. ഇപ്പം എൻ്റെ കൊച്ചുങ്ങൾക്ക് തന്നെ ഒരു പൂച്ചനെ വാങ്ങിക്കൊടുത്തിട്ട് എനിക്കറിയാം, ആ പൂച്ച കാരണം അവർ എങ്ങോട്ടും വരുന്നത് വരെ ഒഴിവാക്കും. ഒരു ആൾസേഷ്യൻ പൂച്ചയാണ്, ഭയങ്കര ഒബീഡിയൻ്റ് ആണ്. ഞാൻ ശരിക്കും ഉണ്ടായ കൺസെപ്റ്റൊക്കെ വ്യത്യാസമായിപ്പോയി. കാരണം നമ്മൾ സാധാരണ പൂച്ച കാണുന്ന മാതിരി അതിങ്ങനെ കരഞ്ഞ് ശല്യപ്പെടുത്തൊന്നുമില്ല. അതിൻ്റെ മലമൂത്ര വിസർജനം വരെ അതിന് വെച്ചു കൊടുത്ത സ്ഥലത്തേ ചെയ്യുള്ളൂ, അവിടെ ഇവിടെ ചെയ്യൊന്നുമില്ല, ഒക്കെയാണ്. പക്ഷേ എന്നിരുന്നാലും ഇവർ അതിനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡായിട്ട് ഇവർ പല പുറത്തോട്ട് നമ്മൾ ഔട്ടിങ്ങിന് പോകുന്നത് വരെ ചിലപ്പോൾ ഇവർ ക്യാൻസൽ ചെയ്യും. അത് പിന്നീട് ഇതിനെ കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇതിനോട് ഒറ്റക്കിട്ട് പോകുന്നതിനുള്ള പ്രയാസം. അപ്പോൾ അതുമായിട്ടുള്ള ഇഷ്യൂസ് ഇഷ്ടംപോലെ കാണാറുണ്ട്. അപ്പോൾ ഈ കൊച്ചിനാണെങ്കിൽ, ഈ പശുക്കുട്ടിയാണെങ്കിൽ, ആ പശുക്കുട്ടീനായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആയിട്ടുള്ള അതും അതിനെ സെപ്പറേറ്റ് ആയപ്പോൾ ഉണ്ടായിരുന്ന ആ വിഷമം അതിന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെയാണ് അത് ഉണ്ടായത്. അങ്ങനെ സ്വാഭാവികമായിട്ടും ധാരാളം കേസുകൾ ഉണ്ടാവാറുണ്ട് ഈ സെപ്പറേഷൻ വരുമ്പോൾ. ഇപ്പോൾ നമുക്കൊക്കെ അങ്ങനത്തെ അനുഭവങ്ങൾ തന്നെ ഇഷ്ടംപോലെ കേട്ടറിവുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിന്, എൻ്റെ ഒരു മീറ്റിംഗ് പ്രോഗ്രാമിൽ ചീഫ് ഗസ്റ്റ് ആയിരുന്നു. അത് ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ്, ഷൈജൽ എന്ന് പറഞ്ഞിട്ട് സാറായിരുന്നു. ആ സാറ് വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറേ നല്ല പ്രസംഗം ക്ലാസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വയസ്സായിട്ടുള്ളവരെ നിർത്തുന്ന നമ്മളെ വൃദ്ധസദനങ്ങളിലൊക്കെ നിർത്തുന്നതിനെ പറ്റിയിട്ട് അയാൾ പറഞ്ഞു, മക്കൾക്കൊക്കെ ഇപ്പോൾ ക്യാഷിനോടും മറ്റൊന്നും അത് മതി, സ്വന്തം പാരൻസിനെ ഒന്നും നോക്കാൻ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല എന്നുള്ളതിന് അയാളൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഒരു വീട്ടിൽ നിന്ന് ശരിക്കും ഉണ്ടായ ഒരു കഥ. ഒരു വൃദ്ധൻ, അയാളുടെ മക്കളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, അയാൾ വിസിറ്റ് ചെയ്തതാണത്. അപ്പോൾ ആ മകൻ അച്ഛനെ കൊണ്ടുപോയിട്ട് ഒരു വൃദ്ധസദനത്തിൽ ഇട്ടു. ആ വൃദ്ധസദനത്തിൽ ഇട്ടിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മക്കളൊക്കെ വന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എപ്പോഴെങ്കിലും വന്ന് കാണുന്നൊക്കെ ഉണ്ടാവും. എന്നും സ്ഥിരമായിട്ട് അച്ഛനോട് വെറും ഒരു ഫോർമാലിറ്റി എന്നുള്ള മാതിരി ചോദിക്കുന്ന ചോദ്യമുണ്ട്, അച്ഛൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, മനസ്സിലായി? അതൊരു ഫോർമാലിറ്റി. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയത്ര റിയാക്ട് ചെയ്യത്ര ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നായ അവിടുന്ന് കാണാതായി. ഈ നായ കാണാതായപ്പോൾ ഇയാൾ എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തു. ഈ മകൻ എല്ലാ സ്ഥലത്തും സെർച്ച് ചെയ്തിട്ടും കാണുന്നില്ല. കുറേ കാണാതായി. അയാൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് അയാൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ നായ ഈ വൃദ്ധസദനത്തിൽ എത്തിയിരിക്കണം. അത് നിങ്ങൾ അതിൻ്റെ ഒരു ഇത് നോക്കണം. അപ്പോൾ ആ നായ അവിടെ സെർച്ച് ചെയ്ത് സ്മെല്ലൊക്കെ കിട്ടിയിട്ട് അവിടെ എത്തി ഈ വൃദ്ധസദനത്തിൽ എത്തിയിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഈ മകൻ അത് കണ്ടപ്പോൾ മകൻ ഈ അച്ഛനോട് ഭയങ്കരമായിട്ട് വയലൻ്റായി
നിങ്ങളിത് പറയണ്ടേ, നിങ്ങൾ എന്താണ് അങ്ങനെ ഉണ്ടെങ്കിൽ പറയണ്ടേ, ഞാൻ എത്ര സ്ഥലത്ത് ഇതിനു വേണ്ടി കംപ്ലൈൻറ്റ് കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, എല്ലാ സ്ഥലത്തും കംപ്ലൈൻറ്റ് കൊടുത്തു, എന്നിട്ട് പോലും പറഞ്ഞു. അപ്പോൾ അച്ഛനൊന്നും മിണ്ടിയില്ല, മനസ്സിലായില്ല. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എന്തോ ഒരു ലിസ്റ്റ് കൊടുത്തു. ഞാനത് ഇങ്ങനെ ഓർക്കുകയാണ് ഇപ്പോൾ, അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ ചോദ്യം വന്നപ്പോൾ ആ ഒരു ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിൽ കുറേ സാധനങ്ങളും ഒക്കെ ഇയാളെന്നും ചോദിക്കാറുണ്ടല്ലോ, മകൻ ചോദിക്കാറില്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം എന്ന് മകനോട് പറയാറുണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റ് കൊടുത്തപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ, ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് മകൻ അയാളോട് ചോദിച്ചു, നിങ്ങളെ അച്ഛൻ എന്താ, ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കണം, എന്തിനാ പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഇത് തന്നത്, ഇതൊക്കെ ക്ലിയർ അല്ലേ, കിട്ടിയതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ മറുപടിയാണ് ഭയങ്കര ഒരു എന്താ പറയുക സങ്കടകരമായ കാര്യം. ആ അച്ഛൻ പറഞ്ഞു, ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭാവിയിൽ നിൻ്റെ കുട്ടികൾ നിന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയാക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ആ ഇല്ലാത്തതായിട്ട് നീ അഡ്ജസ്റ്റ് ചെയ്യാൻ നിനക്ക് പ്രയാസമാവും. അത് ഞാൻ ആവണ്ടെന്ന് വെച്ചിട്ട് ഈ സാധനങ്ങൾ കരുതി വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ട്വിസ്റ്റ് നോക്കണം. കാരണം അത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടും അയാൾ ഒന്നും പ്രശ്നമില്ല എന്ന് പറഞ്ഞു. കാരണം അച്ഛനെ വേണ്ടാന്നുള്ളതുകൊണ്ടാണല്ലോ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കിയത്, മനസ്സിലായില്ല. അപ്പോൾ അങ്ങനത്തെ ആൾ ഞാൻ സഹിക്കുന്നു, പക്ഷെ നിനക്ക് സഹിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല, നിൻ്റെ മക്കൾ നിന്നെ കൊണ്ടുപോയാക്കുമ്പോൾ. അപ്പോൾ ഈ ലിസ്റ്റ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ലിസ്റ്റ് കൊടുത്തിട്ട് ഈ സാധനങ്ങൾ വാങ്ങി വെച്ചാൽ നിനക്ക് കംഫർട്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നിനക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും എന്നല്ല. അപ്പോൾ ഇതേമാതിരി നമുക്ക് ആ സെപ്പറേഷൻ ആൻസൈറ്റി, നമുക്ക് ഇതിനൊക്കെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് ആ ഒരു നമ്മളോട് അറ്റാച്ച്ഡ് ആയിട്ട്, മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും ആ സ്നേഹം കാണിച്ചിട്ട് ആ സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ വേർപിരിയാൻ അത്ര എളുപ്പമല്ല. അതിൽ നിന്ന് പിന്തിരിയുമ്പോൾ പലതരത്തിലെ ഇമോഷൻസ് നമുക്കുണ്ടാവും. ചില ആൾക്കാരത് ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് ചിലപ്പോൾ മറന്നു പോകും. പക്ഷേ ചില ആളുകൾക്ക് അത് അങ്ങനെ പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ദിനം പ്രതി പ്രവർത്തനങ്ങളൊക്കെ ബാധിക്കും. ഭയങ്കര ഡിപ്രസ്ഡ് ആവും, മൂഡ് ഔട്ട് ആവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു വളരെ ക്ലാസ്മേറ്റ് ആയിട്ടുള്ളൊരു കൂട്ടുകാരി, അവൾക്ക് കുട്ടികളൊന്നുമില്ല. അപ്പോൾ അവൾക്ക് പിന്നെ ഹസ്ബൻഡും അവളും വളരെ ഹാപ്പി ലൈഫ് നയിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു പട്ടിനെ വളർത്തിയിരുന്നു, വളരെ പെറ്റായിട്ട് നടത്തി. എവിടെ പോവുകയാണെങ്കിലും അവർ കൂടെ ഉണ്ടാവും. പക്ഷെ ആ പട്ടിക്ക് ശരിക്കും വയസ്സായി, 10 വർഷം 12 വർഷമൊക്കെ അതിന് ലൈഫുള്ളൂ തോന്നുന്നു. അതിൻ്റെ ഇതിൽ വയസ്സായിട്ട് അതിനെ എപ്പോഴും വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷൻസും പരിപാടിയൊക്കെ വെക്കും. കാരണം ഇവർക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ എല്ലാ സ്നേഹവും. അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് അതിന് ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോകുന്നു, ഒക്കെ കൊണ്ടുപോകും. അവസാനം അത് അസുഖമായിട്ട് അത് ചത്തുപോയി. പക്ഷെ അതിന് ശേഷം അവൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവുകയും ഭയങ്കര ആൻസൈറ്റി ഒക്കെ ആവുകയും എൻ്റെ അടുത്ത് അടക്കം ചില അഡ്വൈസ് ഒക്കെ തേടാനൊക്കെ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്കും ഐ വിറ്റ്നസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ ഉണ്ടാവും. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ ചിലവർക്ക് പെട്ടെന്ന് സാധിച്ചോണമെന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടറെ സമീപിച്ചിട്ട് നമുക്കതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ചില ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അതിനുള്ള CBT, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്ത് കൊണ്ടുവരാനും കറക്റ്റ് ചെയ്യാനുള്ള ചില തെറാപ്പീസ് ഒക്കെ കൊടുത്ത് കറക്റ്റ് ചെയ്ത് ശരിയാക്കി എടുക്കണം. അത്ര നിസ്സാരമാക്കി എടുക്കരുത്. സെപ്പറേഷൻ ആൻസൈറ്റി ഡിസോർഡറിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സർ, നെക്സ്റ്റ് ഇനിയൊരു ചോദ്യം വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് തീപിടുത്തത്തിന് ചുറ്റും ഇരിക്കുന്ന ഭയങ്കര സന്തോഷം, ഭയങ്കരമായ താല്പര്യവും അതുപോലെ ഒരു ആകർഷണമൊക്കെ വരിക, പിന്നെ ഭയങ്കര ഒരു സന്തോഷത്തിലേക്ക് പോവുക, പിന്നെ മനഃപൂർവ്വം എന്നിട്ട് തീ പിടിപ്പിക്കുക, എന്നിട്ട് ഇതൊരു അസുഖമാണല്ലോ സാർ, ഇതിനെക്കുറിച്ചൊന്ന് പറയാം. ഇതിന് പറയുന്ന പേരാണ് പൈറോമേനിയ എന്ന് പറയും. പൈറോമേനിയ എന്ന് പറഞ്ഞാൽ ഈ തീപിടുത്തത്തിനോടുള്ള ഭയങ്കര ഒരു ആകർഷത. അപ്പോൾ അത് ചില ആളുകൾക്ക് പല കണ്ടീഷൻസിലും മൈൻഡിൻ്റെ ഓരോ സെറ്റിങ്സിൽ ചില കാര്യങ്ങൾ നമുക്ക് അബ്നോർമലാണ് തോന്നുന്നുണ്ടെങ്കിൽ, കോമൺ ആയിട്ട് അബ്നോർമൽ ആണെങ്കിലും ഇത്തരം വ്യക്തികൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഏറ്റവും താല്പര്യം, സന്തോഷം, സംതൃപ്തിയൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽപ്പെട്ടതാണ്. അതൊരു ശരിക്കും ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. കാരണം അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കത്തുകയാണെങ്കിലും മറ്റാണെങ്കിലും അതിൽ സന്തോഷം കണ്ടെത്തുകയും അതിന് നമ്മൾ സാധാരണ അങ്ങനെ ഒരു ഫയർ ഇപ്പോൾ രശ്മി കണ്ടു കഴിഞ്ഞാൽ അതിനടുത്തുള്ള ആൾക്കാരെ വിളിച്ചറിയിക്കുകയോ ശബ്ദം ഉണ്ടാക്കുകയോ പോവുകയോ അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന വല്ല കല്ലോ മണ്ണോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടിട്ട് കെടുത്താനാണ് നോക്കുക. അതിന് പകരം നിങ്ങളത് സേവ് ചെയ്യണതിന് പകരം നിങ്ങളത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്ത് കൊടുക്കേണ്ട സന്ദേശം കൊടുക്കണില്ല. അങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷൻസിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണം. ഇപ്പം ഞങ്ങൾ സൈക്യാട്രി പഠിക്കുമ്പോൾ നമ്മളൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ഒരു ടെസ്റ്റ്
ഇപ്പം ഞാൻ നിങ്ങളിങ്ങനെ പറഞ്ഞപ്പോൾ ഓർക്കാൻ അതിലൊരു ടെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു തിയേറ്ററിൽ നമ്മളെല്ലാവരും ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്. അതിൻ്റെ ഇടയ്ക്ക് തിയേറ്ററിൻ്റെ ഞാനിരിക്കുന്ന സീറ്റിന് തൊട്ടപ്പുറത്ത് എവിടെ ഒരു തീ കത്തുന്ന മാതിരി കണ്ടു. ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കണം, നിങ്ങളാരും കണ്ടു, നിങ്ങളൊക്കെ ഇൻവോൾവ് ആണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഡോക്ടർ ചോദിക്കുന്ന ചോദ്യമാണ് പേഷ്യൻറ്റിനോട്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ചില സ്കിസോഫ്രനിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ, ചിത്തഭ്രമം പോലത്തെ അസുഖമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ അവർ പലതരത്തിലുള്ള ആൻസറാണ് പറയാം. അപ്പോൾ അവർ പറയും, സാധാരണ കോമൺ റെസ്പോൺസ് നോർമൽ ആൾക്കാർ എന്താ ചെയ്യുക, നമ്മൾ ശബ്ദം ഉണ്ടാക്കും, ഷൗട്ട് ചെയ്യും, വിളിച്ചു പറയും ഇവിടെ തീയുണ്ട് രക്ഷിക്കൂ, അല്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി ഓടിക്കോളൂ എന്ന് പറയും, ഓടാനൊക്കെ പറയും, കാരണം ഒരു തിയേറ്ററിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ സ്കിസോഫ്രനിക് പേഷ്യൻ്റ് ആണെച്ചെങ്കിൽ അവരുടെ ആൻസർ നല്ല വിഭിന്നമായിരിക്കും. അവർ പറയും അത് കത്തട്ടെ, അങ്ങനെ കത്തി ചാമ്പലാവട്ടെ, എല്ലാവരും ഞാനും മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കണം. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം അവർക്ക് രക്ഷപ്പെടണം, അല്ലെങ്കിൽ ഞാനും അതിലുണ്ടാവും, നമ്മളെല്ലാവരും കത്തി നശിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ തന്നെ വേണം. അല്ലെങ്കിൽ ഞാൻ പുറത്തു പോവും, ഞാൻ പുറത്തു പോയിട്ട് ആരോടും പറയത്തില്ല. അപ്പോൾ ഞാൻ പറയും ഞാൻ പുറത്തു പോവും, ബാക്കിയുള്ളവരൊക്കെ കത്തി ചാമ്പലാവട്ടെ, എന്നിട്ട് ഞാനത് കാണട്ടെ. അപ്പോൾ അങ്ങനെയുള്ളൊരു മൈൻഡാണ് അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യുക. അതൊരു നോർമലല്ല. അപ്പോൾ ആ തോട്ടിൽ വരുന്ന ഡിസ്റ്റർബൻസ് ആണ്. അതുപോലെ ഇത്തരം പൈറോമാനിയയിലുള്ള ആൾക്കാർക്കൊക്കെ അതിലൊരു അനുഭൂതിയും സന്തോഷവും കണ്ടെത്തുകയും അതിലൂടെ വലിയ അപകട സാധ്യതകൾക്ക് എത്തും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ, ആ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് ചില മെഡിസിൻസിന് കൊടുത്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ, തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങളെ നമുക്ക് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ആ ഒരു എപ്പിസോഡ് സമയപരിധി കാരണം ഇനിയും ഞങ്ങളെ എഴുതി അറിയിക്കുക. തീർച്ചയായും നമ്മൾ അടുത്ത എപ്പിസോഡിലും അതിൻ്റെ അടുത്ത എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനോ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക് യു വെരി മച്ച്. നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.